എന്നിട്ട് അനുയായികളൊക്കെ പാടെ കൂടി ഉള്ളാൾ തങ്ങളും ഇല്ലാത്ത തങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഈ കാന്തപുരം മുസ്ലിയാർക്ക് സ്ഥാനപ്പേരും കൊടുത്തു. അതെന്താ? ഖമറുൽ ഉലമാ. കൊടുത്ത സ്ഥാനപ്പേര് ഖമറുൽ ഉലമാ. ഹസൻ സഖാഫി പറയുന്നു, കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ്, കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ്. എന്തുകൊണ്ട്? സഖാഫി പറഞ്ഞോട്ടെ, ആ പേര് കൊടുക്കേണ്ടത് എന്തുകൊണ്ട്? സഖാഫി വിശദീകരിക്കും, ശ്രദ്ധിക്കുക. ഇപ്പൊ ഇയാൾക്ക് പേരെന്താണ്? ഖമറുൽ ഉലമ. ഖമറുൽ ഉലമ. ഇയാൾക്ക് ആദരവ് ഇല്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഉള്ള ആദരവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിൽ വെച്ചിട്ട് കാന്തപുരത്തെ ആദരിക്കൽ എന്ന ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാൾ ആദരിക്കൽ, എന്നിട്ട് പരസ്യമായി ഇയാൾക്കൊരു പേരും ഖമറുൽ ഉലമ. ശംസുലമക്ക് പകരമായിട്ട് നല്ല പേരാണ്. പകലേതായാലും പുറത്തേക്ക് വരാൻ പറ്റാത്ത ജാതിയാണല്ലോ. രാത്രി പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരാ ഖമർ എന്നാല്. ഖമറുൽ ഉലമ, എന്റെ ആലിമീങ്ങളെ ഖമർ ചന്ദ്രൻ. അതിന് പകല് പുറത്തേക്ക് വരാൻ പറ്റില്ല, രാത്രിയെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റ പേരാണെന്ന് ഹസൻ സഖാഫി. ഇപ്പൊ മനസ്സിലായില്ല ആരാ കാന്തപുരം? വിഷയത്തിൽ ആദ്യ ഭാഗം അവസാനിക്കുക. ഇനി രണ്ടാമത്തെ വിഷയമുണ്ട്, എന്തിനാ മർക്കസ്? എന്തിനാ മർക്കസ്? ആരാ കാന്തപുരം? എന്തിനാ മർക്കസ്? പലരും പല രൂപത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പണ്ട് ജീലാനി ത്വരീഖത്ത് ആലുവയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ വളാഞ്ചേരി ഓഫീസ് ഉണ്ടാക്കി, അവിടുന്ന് പിന്നെ കാസറ്റും പുസ്തകമൊക്കെ ഇറക്കുന്ന ടീമുണ്ട് ജീലാനി ത്വരീഖത്ത്. ഓരോക്കിന്റെ ബുക്കിന് പറഞ്ഞത് സംഗതി സത്യമാണെങ്കിലും തുറന്ന് പറയാൻ പ്രയാസമുള്ള പദപ്രയോഗങ്ങളാണ്. ഒരു പറഞ്ഞത് പണ്ട് ലൂത്ത് ഇസ്ലാം